എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും വീട്ടിലേക്ക് സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഈ വരുന്ന ജൂൺ 10 ആരംഭിക്കുന്ന 4ാം സെമസ്റ്റർ ബിരുദ പരീക്ഷ എന്ത് കാരണവച്ചാലും ഈ വിദ്യാർത്ഥികൾ ജയിച്ചേ പറ്റൂ. ഇനി പരീക്ഷ എഴുതാൻ പറ്റില്ല. വിശദമായ വാർത്തയിലേക്ക് തന്നെ കടക്കാം. ആദ്യമായി ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥി ഉണ്ടെങ്കിൽ തീർച്ചയായും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പ്രത്യേകം ശ്രദ്ധിക്കാം. സബ്സ്ക്രൈബ് ചെയ്തതിന് നോട്ടിഫിക്കേഷൻ ബെല്ലുകൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം. അതുപോലെ നമ്മുടെ ചാനലിൻ്റെ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വളരെ സുപ്രധാനവും വളരെ പ്രധാനമടിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 4ാം സെമസ്റ്റർ ബിരുദ പരീക്ഷ ഈ വരുന്ന കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഈ വരുന്ന ജൂൺ 10 ആരംഭിക്കാൻ പോകുന്ന 4ാം സെമസ്റ്റർ ബിരുദ പരീക്ഷ എന്ത് സംഭവിച്ചാലും ഈ വിദ്യാർത്ഥികൾ ജയിച്ചേ പറ്റൂ. കാരണം നമ്മൾ പ്രധാനമായും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത് 2019 അഡ്മിഷൻ വിദ്യാർത്ഥികളാണ്. 2019 അഡ്മിഷൻ നേടിയ പ്രിയ വിദ്യാർത്ഥിനികൾക്ക് റെഗുലർ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതാനുള്ള അവസാന ചാൻസ് ഈ 2025 ഈ 2025 ഈ 2025 നടക്കുന്നത് ഈ ജൂൺ മാസം 10 തുടങ്ങാൻ പോകുന്ന 4ാം സെമസ്റ്റർ ബിരുദ പരീക്ഷയിൽ 2019 അഡ്മിഷൻ വിദ്യാർത്ഥിനികൾക്ക് വീണ്ടും സപ്ലി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കിനി റെഗുലർ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് എക്സാം എഴുതാൻ സാധിക്കില്ല. കാരണം നിങ്ങളുടെ ഡിഗ്രിയുടെ വാലിഡിറ്റി വിടുകയാണ്. ഒരു വിദ്യാർത്ഥി ഏത് വർഷമാണോ ഡിഗ്രിയിൽ പ്രവേശനം നേടുന്നത് ആ വർഷം മുതൽ 5 വർഷം മുതൽ ആ വർഷം തൊട്ട് 5 വർഷം 5 മുതൽ 6 വർഷം വരെയാണ് ആ വിദ്യാർത്ഥിയുടെ വാലിഡിറ്റി പീരീഡ് ആയിട്ട് കണക്കാക്കുക. ഒരു വിദ്യാർത്ഥി ഏതൊരു വർഷമാണോ ഡിഗ്രിയിൽ പ്രവേശനം നേടുന്നത് ആ വർഷം മുതൽ 5 വർഷം മുതൽ 6 വർഷം വരെയാണ് ആ വിദ്യാർത്ഥിയുടെ വാലിഡിറ്റി പീരീഡ് ആയിട്ട് കണക്കാക്കപ്പെടുന്നത്. ഈ വാലിഡിറ്റി പീരീഡ് കഴിയുമ്പോഴാണ് വിദ്യാർത്ഥികൾക്ക് എന്ത് ചെയ്യാൻ പറ്റാതെ വരുന്നത്, റെഗുലർ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് എക്സാം എഴുതാൻ പറ്റാതെ വരുന്നത്. അപ്പോൾ 2019 അഡ്മിഷൻ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഈ 4ാം സെമസ്റ്റർ 4th സെമസ്റ്റർ എക്സാം എഴുതാൻ സാധിക്കുന്ന അവസാന അവസരം കൂടിയാണ് ഈ ജൂൺ മാസം 10 ആരംഭിക്കാൻ പോകുന്ന 4ാം സെമസ്റ്റർ ബിരുദ പരീക്ഷകൾ. അപ്പോൾ ഇതിലും കൂടി നിങ്ങൾക്ക് സപ്ലി വന്നു കഴിഞ്ഞാൽ ഇനി യൂണിവേഴ്സിറ്റി കോൾ ഫോർ ചെയ്യുന്ന വൺ ടൈം റെഗുലർ സപ്ലിമെൻ്ററി പരീക്ഷ, അതുപോലെ തന്നെ സ്പെഷ്യൽ സപ്ലിമെൻ്ററി പരീക്ഷ അല്ലെങ്കിൽ മേഴ്സി ചാൻസ് പരീക്ഷകൾക്ക് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. പ്രിയ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പരീക്ഷകൾ എന്ന് വിളിക്കും, എത്ര നാൾ കാത്തിരിക്കേണ്ടി വരും, ചിലപ്പോൾ 1 വർഷം, ചിലപ്പോൾ 2 വർഷം, ഒരു ലോങ് ടൈം പീരീഡ് വരെ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, ഈ പരീക്ഷകൾക്ക് വേണ്ടി നിങ്ങൾ കാത്തിരിക്കേണ്ടി വരും എന്നുള്ളതാണ് ഏറ്റവും വലിയ വാസ്തവം. അതുകൊണ്ട് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറയുന്നത് 2019 അഡ്മിഷൻ വിദ്യാർത്ഥികൾ ഈ വീഡിയോ കാണുമ്പോൾ തീർച്ചയായും നിങ്ങൾ എന്ത് ചെയ്യുക, ഈ 4ാം സെമസ്റ്ററിൽ സപ്ലി ഉണ്ടെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ പാസ്സായി പോകാൻ ശ്രദ്ധിക്കുക. കാരണം അങ്ങനെ പാസ്സായില്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെയാണ് തിരിച്ചടി. കാരണം ഇനി നിങ്ങൾക്ക് റെഗുലർ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് എക്സാം എഴുതാൻ സാധിക്കില്ല. യൂണിവേഴ്സിറ്റി കോൾ ഫോർ ചെയ്യുന്ന വൺ ടൈം റെഗുലർ സപ്ലിമെൻ്ററി പരീക്ഷയും അതുപോലെ തന്നെ സ്പെഷ്യൽ സപ്ലിമെൻ്ററി പരീക്ഷയും മേഴ്സി ചാൻസ് പരീക്ഷകളൊക്കെ മാത്രമേ എഴുതാൻ സാധിക്കുള്ളൂ. അത് എപ്പോൾ വിളിക്കുമെന്നുള്ളതിന് കൃത്യമായ ധാരണയില്ല. അത് യൂണിവേഴ്സിറ്റിക്ക് ഇഷ്ടമുള്ളപ്പോഴായിരിക്കും വിളിക്കുക. ചിലപ്പോൾ നിങ്ങൾ 1 വർഷമോ 2 വർഷമോ ഒരു ലോങ് ടൈം പീരീഡ് വരെ നിങ്ങൾ ഇനി കാത്തിരിക്കേണ്ടി വരും. എന്തായാലും ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചു മുന്നോട്ട് പോകുക. കാണുന്നവർ നിങ്ങളുടെ ഫ്രണ്ട്സുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ പുതിയ വീഡിയോ കാണാൻ. അതുവരേക്കും